എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിക്കാം നന്മയിൽ ഒന്നിച്ചെതിർക്കാം തിന്മകളെ എന്ന് പറയുന്ന ആപ്തവാക്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരുപാട് ശബ്ദമുയർത്തി പ്രസംഗിക്കുക എന്നതിനേക്കാൾ ഇവിടെ നിയമവശവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട CWSൻ്റെ മുൻ ചെയർമാൻ സംസാരിച്ചതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെയുള്ള ആളുകളേക്കാൾ കൂടുതൽ താഴത്തെ 2 ഫ്ലോറിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉമ്മമാരിയ്ക്കുന്നുണ്ട്. അതവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് മലപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയ സംഗമമുണ്ടായി. അതിൽ നിങ്ങളിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 65 മഹല്ലുകൾ ഒരുമിച്ച് കൂടിയ ഒരു സംഗമമായിരുന്നു അത്. 65 മഹല്ലിലെ ഭാരവാഹികൾ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി പോലെയുള്ള ആളുകൾ, ട്രഷറർ പോലെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉന്നതമായൊരു പരിപാടിയിൽ ഏകദേശം 65ഓളം മഹല്ലുകാരുണ്ടായിരുന്നു മലപ്പുറത്ത് വെച്ച് നടന്നത്. അന്ന് ആ മൊത്തത്തിലുള്ള മഹല്ല് ഭാരവാഹികളോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം ഈ വിനീതനെയാണ് ഏൽപ്പിച്ചത്. അന്നാണ് മഹല്ലിൻ്റെ അവസ്ഥകൾ, കുറേ കാര്യങ്ങൾ, അതിൻ്റെ സർവിത സർവണങ്ങളൊക്കെ മഹല്ലുകാർ നമ്മളോട് പറഞ്ഞത്. കുറേ മഹല്ലുകൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. എന്നാൽ കുറേ മഹല്ലുകൾ ഇപ്പോഴും പിച്ച വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മഹല്ലിൽ എല്ലാ ആളുകളെയും വലിയ രീതിയിൽ കണ്ടു, മനസ്സിലാക്കി. എത്ര പേരുണ്ട്, എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, എത്ര കുട്ടികൾ, എത്ര വിദ്യാർത്ഥികൾ, എത്ര ചെറിയ മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ, ഈ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് പലയിടത്തും നമ്മൾ കണ്ടതാണെങ്കിലും മഹല്ല് തലത്തിൽ അത്രമാത്രം എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ ഇവിടെ മഹല്ലിൻ്റെ ഭാരവാഹികൾ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ അടുത്തിടെ പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു മഹല്ല് സംഗമത്തിന് പോയി. ആ മഹല്ലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ മൊത്തം വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷത്തിലും നമ്മളവിടെ 3-4 തവണ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ നിർദ്ദേശങ്ങളെ, ഞാൻ പറഞ്ഞത് മാത്രമല്ല പല നിർദ്ദേശങ്ങളെയും അവർ ഓരോ വർഷത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷത്തിലും അവിടെ SI ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആർക്കും SI ടെസ്റ്റിലേക്ക് പോകാം, ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള ആളുകൾ. എല്ലാ വർഷത്തിലും അവിടെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസുകൾ എഴുതിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള കളി, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ മഹല്ല് നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരേ വിദൂരത്തിലുള്ള മഹല്ലുകളെ കുറിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടും വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ആര് നടത്തുന്നു, എന്ത് നടത്തുന്നു എന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രത്യേക ഒരു സംഘടനയുടെ വക്താവല്ല. അതുകൊണ്ട് സംഘടനാപരമായ പക്ഷപാതിത്വമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുമ്പൊക്കെ 1-2 സംഘടനയിലൂടെയൊക്കെ കടന്നു പോന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നിൻ്റെയും ഭാരവാഹിയും ആയിട്ടില്ല. അതിൻ്റെ മെമ്പർഷിപ്പും ഇന്നേ വരെ എടുത്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് 47ാമത്തെ വയസ്സാണ്. ഇതേവരെ ഒരു പാർട്ടിയിലോ ഒരു മതസംഘടനയിലോ ഒരു മെമ്പർഷിപ്പും ഇല്ലാത്ത ആളാണ് ഞാൻ. എടുത്തിട്ടേ ഇല്ല, എടുത്തിട്ട് ഒഴിവാക്കിയതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആര് നടപ്പിലാക്കിയാലും ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മഹല്ല് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉസ്താദന്മാരത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സാധാരണ അറ്റ്മോസ്ഫിയർ എന്നതിന് പറയുന്നൊരു പദമാണ് മാഹൗൽ എന്ന്. മാഹൗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം. ആ അന്തരീക്ഷത്തെ ശരിപ്പെടുത്തുന്നതിനെയാണ് മഹല്ല് എന്ന് പറയുന്നത് ശരിക്കും. അഥവാ ഒരു നല്ലൊരു അന്തരീക്ഷം ആ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അവിടെ ഒരു പള്ളി, ഒരു മദ്രസ, അതിൻ്റെ നടത്തിപ്പ് മാത്രമല്ല മഹല്ല് എന്ന് പറഞ്ഞാൽ. മഹല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹല്ലിലെ, ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവരും അത് തീരുമാനിക്കുന്നവരുമാണ് മഹല്ലിലെ വക്താക്കൾ. ഒരു വേള ഒന്നും കൂടി പറഞ്ഞാൽ, ആ മഹല്ലിൽ അന്യജാതിക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വരെ, അവരുടെ മതാചാരങ്ങളിലല്ല ഞാൻ പറയുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ വരെ
അത് ശരിപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് മഹല്ലുകാർക്കുള്ളത്. ബഖിയാത്ത് സ്വാലിഹാത്തിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്ടിലൊരു മഹല്ലുണ്ട്. ആ മഹല്ലിൽ നിങ്ങളൊന്ന് പോയി കാണണം. ആ മഹല്ലിൽ ആ പള്ളിയിൽ വെച്ചിട്ടാണ് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അവിടുത്തെ എല്ലാ A to Z പരിപാടികളും അവിടെ വെച്ചാണ് തീരുമാനിക്കുക. ആ പള്ളി ഒരു കോടതി കൂടിയാണ്, എല്ലാ പരിഹാരങ്ങൾക്കും ഉള്ള ഒരു കോടതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മഹല്ല്, ഇപ്പം നിങ്ങളുടെ ഈ കോഡൂര് മഹല്ല്, ഈ വെസ്റ്റ് കോഡൂരിൻ്റെ ഈ മഹല്ല് സംഗമം ഇവിടെ നടക്കുമ്പോൾ നിങ്ങളും ഒരുപാട് മുന്നേറിയ ഒരു മഹല്ലാണ്. അപ്പം അന്തരീക്ഷം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ അന്തരീക്ഷം ശരിപ്പെടുത്താനാണല്ലോ മഹല്ല് സംഗമം. നമ്മളറിയാതെ അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മളറിയാതെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണുകൾ ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ കാലം മുമ്പോട്ട് പോയാൽ, പറയുന്നത് കേട്ടതാണ്, നമുക്ക് നേരിട്ട് കണ്ട അനുഭവമില്ല, പഴയ ആൾക്കാർ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, നോമ്പിൽ കുറച്ച് പിന്നിലായിരുന്നു, നിസ്കാരത്തിനും ചിലപ്പോഴൊക്കെ പിന്നിലായിരുന്നു, ജുമാക്ക് പോലും 40 ആളുകൾ ഒരുമിച്ച് കൂടുക എന്നത് വലിയൊരു പ്രയാസമായിരുന്നു. അത് പഴമക്കാർക്ക് അറിയായിരിക്കും എന്തായാലും. എൻ്റെ ഉപ്പാപ്പൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മഹല്ല് സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെ കണ്ട് വന്നപ്പോഴാണ് എല്ലാവരും സജീവമായത് ശരിക്കും. അതിൻ്റെ അർത്ഥം പഴയ ആൾക്കാർക്ക് ദീനുണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ, ഉള്ളവർക്ക് വളരെ നമ്മളെക്കാളൊക്കെ 1000 മടങ്ങ് ശക്തിയിൽ ദീനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഇതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാലം മാറിക്കൊണ്ടിരിക്കുന്നു, ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ കാലമല്ല മാറുന്നത്, നമ്മളാണ് മാറുന്നത്. കാലത്തെക്കുറിച്ച് നമ്മളധികം പറയേണ്ട കാര്യം, എല്ലാവരും പറയും കാലം മാറി കാലം മാറി എന്നൊക്കെ. കാലം മാറിയിട്ടൊന്നുമില്ല. പണ്ട് മുതലേ സൂര്യൻ കിഴക്കാണ് ഉദിക്കുക, പടിഞ്ഞാറാണ് അസ്തമിക്കുക. ഇന്ന് വരെ മാറ്റങ്ങളൊന്നുമില്ല. പണ്ട് മുതലേ കടലിൽ നിന്ന് തന്നെയാണ് മീൻ കിട്ടുക, പുഴയിൽ നിന്നും നദിയിൽ നിന്നൊക്കെയാണ് മീൻ കിട്ടുക. വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വളർത്തു മീനും അന്നും കണ്ട്. പണ്ട് മുതലേ കൂരാറ്റകളൊക്കെ കൂട് വെക്കുന്നത്, കിളികൾ കൂട് വെക്കുന്നത് ഇതേപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാക്കയുടെ കൂടെ ഇതേപോലെ ഇല്ലിക്കോല് കൊണ്ട് തന്നെയാണ് അത് വെക്കുക, അത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യർക്കല്ലാതെ മറ്റേതിനെക്കുറിച്ച് നോക്കിയാലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം പ്രകൃതിദത്തമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, നമുക്ക് കുറച്ച് വലിയ സന്തോഷം വന്നപ്പോൾ, ചിലപ്പോൾ പണാധിപത്യത്തിൻ്റെ അവസ്ഥകളൊക്കെ വന്നപ്പോൾ നമുക്കാണ് മാറ്റം വന്നത്. ഇത് മാറി 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 മറ്റൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ. ഞാൻ പ്രസംഗത്തിൻ്റെ ഗോസിപ്പിന് വേണ്ടി പറയല്ല, അങ്ങനൊരു ആവശ്യവും നമുക്കില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പറയണം. പണ്ട് യൂറോപ്പൊക്കെ 100 വർഷം മുമ്പ് എന്തൊക്കെയാണോ ഛർദ്ദിച്ചു വിട്ടത്, അത് 100 വർഷം കഴിഞ്ഞിട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങലാണ് ഇന്ന് നമ്മുടെ ജോലി. നമ്മുടെ മക്കളൊക്കെ ഇന്ന് അതിൻ്റെ പിന്നാലെയാണ്. ഞാൻ മക്കളെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, മക്കളൊക്കെ അതിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് സാഹിബ് പറഞ്ഞിട്ടുള്ള നിയമവശങ്ങളുണ്ടല്ലോ, ആ വശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മയക്കുമരുന്നാകട്ടെ മറ്റുള്ളതാകട്ടെ, അതിലൊരുപാട് കാര്യങ്ങൾ പിന്നെയും കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് സമയമില്ലാത്തത് കൊണ്ട് പറയാതിരുന്നതാണ്. അതൊക്കെ അതിൻ്റെ ആധിക്യം കൂടിക്കൂടി വരികയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടോന്നും തോന്നരുത്, വേഷവിധാനങ്ങളൊക്കെ ചിലപ്പോൾ പർദ്ദയായിരിക്കാം, വേഷവിധാനങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ശുഭ്രവസ്ത്രമായിരിക്കാം. പക്ഷെ ഉള്ളിങ്ങനെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ആധിപ്പെടേണ്ടതുണ്ട്, അതിൽ വ്യാധിപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഈ ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പർദ്ദയണിഞ്ഞ കുട്ടികളാണ് നമ്മൾ വിചാരിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ പർദ്ദയെ കുറ്റപ്പെടുത്തല്ല, പർദ്ദ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. എൻ്റെ മകളൊക്കെ പർദ്ദയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാറേയില്ല കുട്ടിക്കാലം മുതലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പണ്ട് സിനിമ എന്ന് പറയുന്നത് കാണാൻ പോയാൽ നമുക്ക് വല്ലാത്തൊരു പ്രയാസവും വല്ലാത്തൊരു ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അതേ സാധനങ്ങൾ അതിനേക്കാളും വൾഗറായി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആർക്കും വ്യാധിയൊന്നുമില്ല. നിങ്ങളേത് കാലത്താണ് നിന്ന് സംസാരിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നതൊക്കെ വേണമെങ്കിൽ ന്യൂ ജനറേഷന് തോന്നിയേക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇതൊക്കെ സംഭവിച്ച നാടുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊന്ന് നോക്കുക. ആ നാട്ടിലൊക്കെ മൂല്യവത്തായ ലോകത്ത് അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 അക്ഷരം സയൻസ് പഠിക്കുമ്പോഴേക്ക് അള്ളാഹു ഉണ്ടോ എന്ന് നമ്മുടെ കുട്ടികൾക്ക് സംശയം തോന്നി തുടങ്ങുക.
ആകെ ചിലപ്പോൾ ഒരു BSc മാത്സോ അല്ലെങ്കിൽ സുവോളജിയോ ബോട്ടണിയോ അനാട്ടമിയോ ഫിസിക്സോ കെമിസ്ട്രിയോ ആകെ BSc MSc ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സയൻറ്റിസ്റ്റായി. ആ സയൻറ്റിസ്റ്റുകൾ പിന്നെ ചന്ദ്രയാൻ എന്ന് പറയുന്ന സാധനം ചന്ദ്രനിലേക്ക് വിടുന്നു. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ അഭിമാന രാജ്യമാക്കി മാറ്റുന്നു. അത് ചെയ്യുമ്പോഴും അവരുടെ മതത്തിലുള്ള ആചാരങ്ങൾ ചെയ്തുകൊണ്ടാണ് ചീഫ് സയൻറ്റിസ്റ്റ് അത് ആകാശലോകത്തിലേക്ക് വിടുന്നത്. ഞാനിത് പറയുന്നത് മറ്റൊരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഇന്ത്യയിലെ ഈ പറയുന്ന ചീഫ് സയൻറ്റിസ്റ്റ് അവരുടേതായ എല്ലാ ആചാരങ്ങളും എല്ലാ കർമ്മങ്ങളും ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എല്ലാ പൂജകളും നടത്തിയിട്ടാണ് ചന്ദ്രയാൻ പോലും ആകാശത്തിലേക്ക് വിടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് BSc കഴിയുമ്പോഴേക്ക്, നമ്മുടെ കുട്ടികൾക്ക് MSc കഴിയുമ്പോഴേക്ക് കൺഫ്യൂഷനാണ്. ഈസ് അല്ലാ ഈസ് അലൈവ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടി വരിക. അതിന് നർമ്മദ ചിന്തയെന്നോ നിയോ ലിബറലിസം എന്നോ ഡിങ്കോയിസം എന്നോ ഇങ്ങനെ ഏത് പേര് നിങ്ങൾ വിളിച്ചാലും നമ്മുടെ മഹല്ലുകളിലൊക്കെ ഇത് ചെറുതായി ചെറുതായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വലുതായി വലുതായി സംഭവിക്കാൻ പോവുകയാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ എളിയ തോതിൽ പഠിച്ചു മനസ്സിലാക്കിയത്, ദീന് എന്ന് പറയുന്നത് ചർച്ചകളായി മാത്രം മാറുകയും പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഇല്ലാതെയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ നടക്കുന്നത്. ദീനെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചർച്ചയല്ല. ഖുർആൻ പഠിക്കാനുള്ളതല്ല, ഖുർആൻ ജീവിക്കാനുള്ളതാണ്. ഹദീസ് പഠിക്കാനുള്ളതല്ല, ഹദീസ് അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം പഠിക്കേണ്ടെന്നല്ല. വെറും പഠനമായി മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. നേരെ മറിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ പ്രാക്ടിക്കലൈസേഷനാണ്. നമ്മൾ യൂറോപ്പിൽ പോയാൽ സായിപ്പ് ചിലപ്പോൾ അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളായിരിക്കും. അദ്ദേഹം ചോദിക്കുന്നത് ഈത്തപ്പഴം കഴിച്ചിട്ട് കുരു, നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം ആ ഈത്തപ്പഴത്തിൻ്റെ കുരു ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരങ്ങനെ പറയാം, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പീസ് ബി അപ്പോൺ ഹിം എന്നവർ കൂട്ടി പറയും. ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗ്ലീഷാണ് പീസ് ബി അപ്പോൺ ഹിം. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു എങ്ങോട്ടാണ് എറിഞ്ഞത്? ബാക്കോട്ടാണോ, മുന്നിലേക്കാണോ, സൈഡിലേക്കാണോ, അതെവിടെയെങ്കിലും സൂക്ഷിക്കുകയാണോ? ഇതവരുടെ ചോദ്യമാണ്. നമ്മളിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സ്റ്റെപ്പുകളും അങ്ങനെ തന്നെ ആവാഹിച്ചെടുക്കുക തൻ്റെ ജീവിതത്തിൽ എന്നത് അവർക്കൊരു ശീലമാണ്. തർക്കങ്ങളില്ലാതെ സുന്ദരമായി ഡീപ്പസ്റ്റായിട്ട് ദീനിനെ പഠിക്കുന്ന ആളുകളെ നമുക്ക് പുറത്തുപോയാൽ കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരാൻ പോകുന്നത് ഡ്യൂസ്ബറിയിലാണ്. ഞാൻ പോയിരുന്നു, അവിടെ പണി നടക്കുന്നുണ്ട്. UK ഡ്യൂസ്ബറിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരാൻ പോവുകയാണ്. ജർമ്മനി, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മളെ വിചാരം നാസിസത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു, ഹിറ്റ്ലറുടെ കേന്ദ്രമായിരുന്നു. 2700-ലേറെ പള്ളികളുള്ള സ്ഥലമാണ് ഈ ജർമ്മനി. കൊച്ചു രാജ്യമാണ്, വലിയ രാജ്യമൊന്നുമല്ല. ഞാനൊരു ഏകദേശം ഒരു 4 മാസം മുമ്പ് അവിടെ പോയിരുന്നു. 2700-ലേറെ പള്ളികളുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞു തരും അത്. ഇങ്ങനെ ലോകത്തിൽ മുഴുവനും ദീന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആളുകൾക്കൊരു കലിപ്പ്, അതാണ് ആളുകൾക്കൊരു വിഷമവും. ഞാൻ ചടക്കൊക്കെ സൂചിപ്പിക്കാറുണ്ട്. നമ്മളെ പ്രിയങ്കരനായ E.T. മുഹമ്മദ് ബഷീർ സാഹിബും ഞാനും കൂടി ഒരു രാജ്യത്ത് പോയി, ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ സംസാരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു ലേഡി MP ഉണ്ട്. അപ്പോൾ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അതിൻ്റെ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇവർ ചോദിച്ചു, ഈ KMCC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും, ഞാനത് സംഭവിച്ചത് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ പാർട്ടിയെ പറ്റി പറയാൻ വന്നതല്ല. KMCC ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ. ഞാൻ അതിൻ്റെ വക്താവൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ സംസാരത്തിന് വേണ്ടി മാനസികമായി ഞാൻ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് KMCC എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ്. ഓ മുസ്ലിം എന്ന് പറഞ്ഞു. അവർ ക്രിസ്ത്യനാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ആളുകളെ എതിർക്കാനുള്ള കാരണം. കുറച്ച് നേരം അവർ സംസാരിച്ചോളൂ. അതിൻ്റെ സംസാരത്തിൻ്റെ ഇതാ പ്രസംഗത്തിൽ നിഴലിക്കുകയും ചെയ്തു. അവരുടെ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, മുസ്ലിമീങ്ങളെ എതിർക്കാനുള്ള കാരണം, ലോകത്തിൽ മുസ്ലിമീങ്ങളെ എതിർക്കുന്നത് മതക്കാരല്ല, വ്യത്യസ്ത മതക്കാരെ നിങ്ങളെ വന്ന് ആക്രമിക്കുന്നില്ല. പിന്നെ ഇതിനെ എതിർക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടങ്ങളെ എതിർക്കുന്നു എന്നതാണ്. നെഗറ്റീവ് ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിമോളിഷിംഗ് ബിസിനസ്, തകർത്ത് കളയുന്ന ബിസിനസ്സുകളുണ്ട് ഈ ലോകത്തിൽ. മനുഷ്യരാശിയെ, മാനവരാശിയെ, വേണമെങ്കിൽ ഈ ഭൂമിയെ തന്നെ തകർത്ത് കളയുന്ന ബിസിനസ്സുകളുണ്ട് ഈ ലോകത്തിൽ, കോർപ്പറേറ്റ് സെക്ടേഴ്സിൻ്റെ. അതിൽ ഒന്ന് ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂതാട്ടമാണ്. ആ ചൂതാട്ടം എന്ന് പറയുന്ന സാധനം ഓരോ ദിവസത്തിലും, മലേഷ്യയിൽ പോലും
അവിടുത്തെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ 1000 കോടി 2000 കോടി 5000 കോടിയുടെ വാതുവെപ്പുകളാണ് നടക്കുന്നത്. അങ്ങോട്ട് ബെൻസ് കാറും കൊണ്ട് പോയവൻ ഇങ്ങോട്ട് വരുമ്പോൾ പാൻറ്റിൻ്റെ ബെൽറ്റ് പോലും ഇല്ലാതെയാണ് തിരിച്ചു വരുന്നത്. ആ മാതിരി പാപ്പരായിക്കൊണ്ടാണ് ഓരോരുത്തരും തിരിച്ചു വരിക. മനുഷ്യനെ മനഃശാസ്ത്രപരമായി അതിലേക്ക് ആകർഷിപ്പിക്കുകയും എല്ലാം തുലഞ്ഞവനായി പുറത്തേക്ക് വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് ഗാംബ്ലിംഗ്. ചൂതാട്ടത്തെ എന്നോ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷെ ലോകത്തിലെ വ്യത്യസ്ത മതങ്ങൾ, ഒരു മതത്തെ ഞാൻ കുറ്റപ്പെടുത്തല്ല, വ്യത്യസ്ത മതങ്ങളിലൊന്നും ഇത്തരം അനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ചൂതാട്ടം ഒരു പ്രശ്നമല്ല. പല മതങ്ങൾക്കും മദ്യപാനം ഒരു പ്രശ്നമല്ലാത്തതുപോലെ. എന്നാൽ ഇസ്ലാം അത് ശക്തമായിട്ട് എതിർക്കുന്നു ചൂതാട്ടത്തിന്. രണ്ടാമത്തത് ഇസ്ലാം എതിർക്കുന്നത് എക്സ്ട്രീം റിബയാണ്, എക്സ്ട്രീം പലിശയാണ്. അങ്ങേയറ്റം പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എതിർക്കുന്നത് കൊണ്ട് അപ്പോഴും അവർ ഇസ്ലാമിനെ എതിർക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സെക്സ് ടൂറിസമാണ്. ലോകത്തിൽ അങ്ങനത്തെ കുറേ രാജ്യങ്ങളുണ്ട് സെക്സ് ടൂറിസം തന്നെ നടത്തുന്ന. അതിന് ഇസ്ലാം സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, അതിലേക്ക് അടുക്കരുത് എന്നാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം സിന ചെയ്യരുത് എന്നല്ല, അങ്ങനെയുണ്ട് പലയിടത്തും. പക്ഷേ അതിലേക്ക് അടുക്കരുത്. ലാ തഖ്റബു സിന, നിങ്ങൾ അതിലേക്ക് അടുക്കരുത്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ എടുത്ത് നോക്കുക. അതിലേക്ക് അടുക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ ആട്ടങ്ങളെ, കുട്ടികളുടെ തിമർത്താട്ടങ്ങളെ, കോളേജിലെ അങ്കലാവണ്യങ്ങൾ ഉണ്ടാക്കുന്ന ഡാൻസുകളെ മുഴുവനും കുട്ടികൾക്ക് ചോദിക്കാനുള്ളത് ഒരു ഡാൻസ് ആടാനും കൂടി സമ്മതിക്കൂല എന്നുള്ളതാണ്. ഇസ്ലാം ഒരു ഡാൻസ് ആടാൻ കൂടുതൽ സമ്മതിക്കൂല. ഡാൻസ് ആടണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭർത്താവും ഭാര്യയുമാണോ, റൂമിൻ്റെ അകത്ത് ആടിക്കോളൂ, ആടണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആളുകളുടെ മുമ്പിൽ ഗോസിപ്പോട് കൂടി ആടുമ്പോൾ അത് ഇതിലേക്ക് വഴി തെളിയിക്കുന്നു. ഒരു പക്ഷേ ഡാൻസ് ആടുന്നവരെല്ലാം അതിലേക്ക് പോകുന്നു എന്നല്ല. ഇന്ന് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും, മദ്യപാനം എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളുടെയും താക്കോലാണെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെല്ലാത്തിൻ്റെയും മിഫ്താഹാണ്, താക്കോലാണ്. അതുകൊണ്ട് അതിലേക്ക് പോകരുത് എന്നാണ്. അപ്പം മദ്യപാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹറാമാക്കി എന്ന് വെച്ചാൽ അത് ഇറ്റ്സെൽഫ് അത് ഹറാമായതല്ല, അതിലൂടെ ഉണ്ടാകുന്ന കുറേ കെടുതികൾ വരാനുണ്ട്, അതുകൊണ്ട് ഹറാമാക്കിയതാണ്. ഇങ്ങനെ ഓരോന്നിലേക്കും ലാ തുൽക്കി അഹ്ലീക്കും ഇല തഹ്ലുക, നിങ്ങളൊരിക്കലും നിങ്ങളെ നാശത്തിലേക്ക് വലിച്ചിഴക്കരുത്. ഇത് പറഞ്ഞത് ഒരു ദീനിന് വേണ്ടിയിട്ട് സഞ്ചരിക്കേണ്ടുന്ന സമയത്ത് സഞ്ചരിക്കാത്ത സമയത്തിലാണെങ്കിൽ പോലും പുകവലി പോലും അതിൽ വരുന്നു എന്നതാണ് ഉലമാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പുകവലിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് നിക്കോട്ടിൻ കയറുമെന്നും അങ്ങനെ നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം തൻ്റെ ശരീരത്തെയും കരളെയും തകർക്കുമെന്നറിഞ്ഞിട്ടും, സിഗരറ്റിൽ എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരുപാട് സിഗരറ്റ് നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പാക്കറ്റിൽ എഴുതി വെച്ചത് അധികം വായിക്കൂല. ആദ്യമൊക്കെ എഴുതി വെച്ചിരുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നാണ്. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നായിരുന്നു പണ്ട്. നിയമം മാറി അവസാനം ഇറ്റ് ഇസ് കോസസ് ടു ക്യാൻസർ, ഇത് ക്യാൻസറിന് കാരണമാക്കുന്നു എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അതിമേൽ എഴുതി വെച്ചു ഇത് ക്യാൻസറിന് കാരണമാക്കുന്നു. ആ സാധനത്തിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മാറ്റി ഇറ്റ് കിൽസ് യു, ഇത് നിന്നെ കൊന്നിരിക്കും എന്ന വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളെ കൊല്ലും. ഇങ്ങനെയൊക്കെ മാറി മാറി അവർ തന്നെ പറഞ്ഞിട്ട് പോലും നമ്മളത് വീണ്ടും ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് കൊണ്ടുപോകരുത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതും പെടുന്നു എന്ന് പ്രമുഖരായ പണ്ഡിതന്മാർ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇനി നമ്മുടെ നാടുകളിലും വരാനിരിക്കാം. നമ്മുടെ നാടുകളിൽ ഇതൊക്കെ വരാനിരിക്കുക. എന്തൊക്കെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയല്ല. എന്നാലും ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്നതിനേക്കാളൊക്കെ അപക്വമായ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നേക്കാം. കാരണം കുറച്ചൊക്കെ മൂല്യങ്ങളുള്ള സ്ഥലത്താണ് മൂല്യങ്ങൾ നഷ്ടപ്പെടുക. തീരെ മൂല്യമില്ലാത്തടത്ത് മൂല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തീരെ മൂല്യമില്ലാത്തടത്ത്, ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ പരിചയപ്പെടൽ എങ്ങനെയാണ്? അവിടെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരാൾ 3 മക്കളെ പരിചയപ്പെടുത്തും. ആ 3 മക്കളിൽ ഒരാളെ ചൂണ്ടിയിട്ട് പറയും, ഇതെൻ്റെ ഫസ്റ്റ് ലെവറിലെ മോനാണ്, ഇതെൻ്റെ സെക്കൻഡ് ലെവറിലെ മോനാണ്, ഇതെൻ്റെ വൈഫിലുണ്ടായ എൻ്റെ മോനാണ്. ഇങ്ങനെ 3 ആളെ പറ്റിയാൽ പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. എന്ന് വെച്ചാൽ ഇതെൻ്റെ ആദ്യത്തെ കാമുകിയിലെ മകനാണ്, ഇത് രണ്ടാമത്തെ കാമുകിയിലെ മകനാണ്, ഇതെൻ്റെ വൈഫിലുണ്ടായ മോനാണ്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഫുട്ബോളിൻ്റെ ആളുകളൊക്കെ തൽക്കാലത്തേക്ക് മെസ്സിയുടെ കളി ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാണ്. അദ്ദേഹം ആദ്യത്തെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അതേ ഭാര്യയിൽ കാമുകിയായിരിക്കെ 2 മക്കളുണ്ട്. ഞാൻ മെസ്സിയെ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിന് ഞാൻ വാഴ്ത്തി പറയാറുണ്ട്, നല്ല കളിയാണെന്ന് പറയാറുണ്ട്. അതേ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, അതേ പെണ്ണിൽ തന്നെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അത് പ്രശ്നമല്ല, ആ രാജ്യത്ത് അത് വിഷയമല്ല.
കാരണം അതൊക്കെ അത്രമാത്രം നടക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു അവിടെ. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയല്ല. നമ്മൾ വാല്യൂസിൽ വിശ്വസിക്കുന്നവരാണ്. അത് ഏത് മതക്കാരാവട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് പാരമ്പര്യങ്ങളുള്ളതാണ്. അത് ഇസ്ലാം ആകട്ടെ, ഹൈന്ദവതയാകട്ടെ, ക്രിസ്ത്യാനിറ്റി ആകട്ടെ, നെഗോറിസം ആകട്ടെ, കൺഫ്യൂഷനിസം ആകട്ടെ, ബുദ്ധിസം ആകട്ടെ, ജൈനിസം ആകട്ടെ, മഹാവീരൻ്റെ ജൈനമതം, ശ്രീബുദ്ധൻ്റെ ബുദ്ധമതം, അതേപോലെ തന്നെ നെഗോർസിയുടെ നെഗോറിസം, അതേപോലെ തന്നെ കൺഫ്യൂഷൻ്റെ കൺഫ്യൂഷനിസം, സിഖ് മതക്കാരൻ, ഇതെല്ലാവർക്കും ഒരു വാല്യൂസ് ഉണ്ട്, അവരുടേതായ വാല്യൂസ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വാല്യൂസിനെ പൈതൃകമനുസരിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇതൊക്കെ കുറച്ച് പ്രശ്നമാണ്. യൂറോപ്പിൽ പ്രശ്നമല്ല. വൈഫ് എക്സ്ചേഞ്ച്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നിച്ച് ടൂറിന് പോവുക, എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് കീ എക്സ്ചേഞ്ച് നടത്തുക. അതിന് കീ എക്സ്ചേഞ്ച് എന്നാ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫ് എക്സ്ചേഞ്ച് എന്ന് പറയാറില്ല, കീ എക്സ്ചേഞ്ച്. കാറിൻ്റെ കീ പരസ്പരം കൈമാറി ഓരോ കാറിലും കയറിപ്പോകുന്ന നാടുകളുണ്ടാകാം. അത് നമ്മുടെ എറണാകുളത്തും സംഭവിച്ചില്ലേ? ഒരു വർഷം മുമ്പ് എറണാകുളത്തും സംഭവിച്ചു. അത് മലയാളികൾക്കിടയിൽ സംഭവിച്ചു ഇത്. അപ്പം ഇതൊന്നും ചില നാട്ടിൽ പ്രശ്നങ്ങളല്ലായിരിക്കാം. അപ്പോൾ ആ നാടിനെ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹല്ല് സംഗമത്തിൽ ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്കും അരിച്ചരിച്ച് ഇത്തരത്തിലുള്ള പ്രകൃതികൾ വന്നുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ തലമുറയിലേക്ക് എങ്ങനെയാണ് വാല്യൂസിനെ എംബഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അവരെ ഇംപൈബ് ചെയ്യാൻ പറ്റുക, അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുക, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.